കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ ചെറിയൊരു റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ വയർ കണക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ വയർ കണക്ഷനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വോളിയം കൺട്രോളിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൽ മാസ്റ്റർ വോളിയമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 100Kൻ്റെ ഒരു വോളിയം കൺട്രോളാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു വോളിയം കൺട്രോളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കണക്ഷനെ കുറിച്ച് നോക്കാം. ഇതൊരു സ്റ്റീരിയോ കൺട്രോളറാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവാണ്, അതായത് ഗ്രൗണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് സോൾഡർ ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻപുട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. തേർഡ് പിൻ എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ഔട്ട്പുട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ഗ്രൗണ്ടും, സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻപുട്ടും, തേർഡ് ലെഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ. സബിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്നത് മോണോ വോളിയം കൺട്രോളാണ്. അതിന് 3 ലെഗാണ് വരുന്നത്. അത് ഡയറക്റ്റ് നമുക്കിതാ ഈ പോയിന്റിൽ കൊടുക്കുക. സബിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന തൊട്ട് താഴത്തായിട്ട് തന്നെ അതിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അവിടെ പിന്ന് തെറ്റാതെ ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സബ് ഔട്ട് എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ സ്പീക്കർ ഔട്ടും, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് എടുത്തിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. നമ്മളവിടെ ഗ്രൗണ്ട് എടുക്കാൻ പറ്റില്ല, അവിടെ ചെറുതായിട്ട് പ്രിൻറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഗ്രൗണ്ട് എടുത്തത്. സ്പീക്കർ ഔട്ടിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിൽ 4 പിന്നാണ് വരുന്നത്. അതിൽ രണ്ടാമത്തെയും 4ാമത്തെ പിന്നാണ് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് നമ്മൾ സപ്ലൈൻ്റെ ഗ്രൗണ്ടായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ 12-0-12 കണക്ഷനെ കുറിച്ച് നോക്കാം. സപ്ലൈ വരുന്നത് നമ്മൾ ട്രാൻസ്ഫോമറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 12-0-12 നമ്മളതിൽ ഡയറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് നമ്മൾ താഴത്തുനിന്നാണ് സോൾഡർ ചെയ്തത്. അവിടെ പിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ലെഗും കൂടി ഒരുമിച്ചാവേണ്ടെന്ന രീതിയിൽ താഴത്താണ് നമ്മൾ ഗ്രൗണ്ട് സോൾഡർ ചെയ്തത്. അപ്പോൾ അതാണ്, അവിടെയാണ് സപ്ലൈ വരുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് ആ സെയിം ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇൻപുട്ടിൻ്റെ ഗ്രൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റും ഗ്രൗണ്ടുമായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ താഴത്ത് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ കപ്പാസിറ്ററിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ അതിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു കാർഡ്ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലത്തെ സ്പീക്കർ കണക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സബും സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി. ഈ ആംപ്ലിഫയറിൻ്റെ ബോഡിയിലൂടെ ഗ്രൗണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ സ്പീക്കർ കണക്ടറിൻ്റെ ബാക്കിൽ കട്ടിയുള്ളൊരു പേപ്പർ ഒട്ടിച്ചതിന് ശേഷമാണ് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത് നമ്മൾ ഈ സ്പീക്കർ കണക്ടർ അവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ആംപ്ലിഫയർ ഷോർട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ സിമ്പിളായി ആർക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ആംപ്ലിഫയറാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ജോൺസ് ടെക് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.